ഇടുക്കി കട്ടപ്പനയിൽ +2 വിദ്യാർത്ഥി ആസിഫിനെ SI മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ SP-യും കട്ടപ്പന DYSP-യും വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം നൽകി. SI-യുടെ വീഴ്ച മറച്ചുവെച്ച് SP റിപ്പോർട്ട് നൽകിയെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. രാഹുൽ വിജയനിലേക്ക് ഒരിക്കൽ കൂടി. രാഹുൽ, ഇപ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ്? അതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്, സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണോ? മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഏത് തരത്തിലുള്ളതാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ SI-നെയും CPO-നെയും രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്നും +2 വിദ്യാർത്ഥിയായ ആസിഫിനെ മർദ്ദിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാതിരുന്നു. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ SP നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. +2 വിദ്യാർത്ഥിയായ ആസിഫിനെ ബൈക്ക് അമിത വേഗതയിൽ ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഈ CPO ആയിട്ടുള്ള മനു P. ജോസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും 18-കാരനായിട്ടുള്ള +2 വിദ്യാർത്ഥി ആസിഫിനെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുകയും അതിനുശേഷം സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ ആസിഫിന്റെ അമ്മ നടത്തിയ പോരാട്ടമാണ് ഇപ്പോൾ എന്തായാലും ഇത്തരം ഈ ഘട്ടം വരെ എത്തുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസുകാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് SP-യുടെ നിർദ്ദേശപ്രകാരം തന്നെ DYSP നടത്തിയ അന്വേഷണത്തിലാണ് SI-ക്കും CPO-യ്ക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. പിന്നാലെ അവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടി എറണാകുളം റേഞ്ച് DIG-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു. പിന്നാലെയാണ് മാതാവ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതും ഇത്തരമൊരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. കട്ടപ്പനയിൽ +2 വിദ്യാർത്ഥി SI മർദ്ദിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.